ഹലോ CMA ആസ്പിരൻസ്. CMA എക്സാം പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പുതിയ ഫോർമാറ്റ് എന്നുള്ളതും അതിനനുസരിച്ച് എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. നിലവിലുണ്ടായിരുന്ന എക്സാം ഫോർമാറ്റ് എന്ന് പറയുന്നത് 100 MCQസും അതിനുശേഷം വരുന്ന essay ക്വസ്റ്റ്യൻസും ആയിരുന്നു. ഈ essay ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് ചേഞ്ച് വന്നിട്ടുള്ളത്. essay ക്വസ്റ്റ്യൻസിന് പകരം ഇനി നമുക്കുണ്ടാകുന്ന കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്? ഒരു പ്രാക്ടിക്കൽ ബിസിനസ് സിനാരിയോനെ നിങ്ങൾക്ക് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് CBQനുള്ളത്. നിങ്ങൾക്ക് MCQസിൽ 50% എബവ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് CBQ സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ സ്റ്റുഡൻസിന് ഒരു ബിസിനസ് കേസ് നൽകും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾ ആ ഫിനാൻഷ്യൽ ഡേറ്റ അനലൈസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്ത് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ജഡ്ജ്മെന്റ് നിങ്ങൾ എങ്ങനെ എടുക്കും, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാകുക. ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആകാം, അല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആകാം. ഇവിടെ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ പ്രാക്ടിക്കൽ നോളജ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ജസ്റ്റ് തിയറി മഗപ്പ് ചെയ്തിട്ട് ആൻസർ ചെയ്യുന്ന ഒരു രീതി ആയിരിക്കില്ല ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, എക്സാം ഇപ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളത്. ഇല്ല, എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിനൊന്നും ചേഞ്ച് ഉണ്ടാകുന്നില്ല. സിലബസ് ആയിക്കോട്ടെ, ഡിഫിക്കൽട്ടി ലെവൽ ആയിക്കോട്ടെ, അതൊക്കെ സെയിം തന്നെയായിരിക്കും. ജസ്റ്റ് എക്സാം ഫോർമാറ്റിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാകുന്നുള്ളൂ. ഈവൻ CBQ ആയിരിക്കുമ്പോഴും essay ക്വസ്റ്റ്യൻസ് ആയിരിക്കുമ്പോഴും സെയിം വെയിറ്റേജ് തന്നെയാണ് രണ്ടിനും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡിഫിക്കൽട്ടി ലെവലിൽ ചേഞ്ച് ഇല്ല. കഴിഞ്ഞ മെയ് ജൂൺ വിൻഡോയിൽ നമുക്ക് 2 ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു. അതായത് essay ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ CBQ നമുക്ക് ചൂസ് ചെയ്യായിരുന്നു. പക്ഷേ സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോ തൊട്ട് നമുക്ക് CBQ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. എന്നാലും ചിലയിടങ്ങളിൽ ചൈന, ജപ്പാൻ, തൈവാൻ പോലെയുള്ള ഇടങ്ങളിൽ IMA എക്സെപ്ഷൻ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. എക്സാം ഓർഡറൊക്കെ പണ്ടത്തേതുപോലെ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. അതായത് ആദ്യം നമ്മൾ MCQs അറ്റൻഡ് ചെയ്യുന്നു, അതിൽ 50% എബവ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ടോട്ടൽ എക്സാം ഡ്യൂറേഷൻ വരുന്നത് 4 hours തന്നെയാണ്. അതിൽ 1 hour ആണ് നമ്മൾ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിനായിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. എക്സാം പാറ്റേൺ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്റ്റഡി പാറ്റേണും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് സിംപ്ലി മെമ്മറൈസ് ചെയ്യുന്നതിന് പകരം പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് നോക്കുക. രണ്ടാമതായിട്ട് നമ്മൾ കേസ് സ്റ്റഡി വായിക്കുമ്പോൾ അതിൽ റെലവെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കുക. മൂന്നാമതായിട്ട് കാൽക്കുലേഷൻസ്, ഡിസിഷൻ മേക്കിംഗ്, ഇൻ്റർപ്രിട്ടേഷൻ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. നാലാമതായിട്ട് നമ്മൾ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓൺ ദ ഫൈനൽ നോട്ട് പറയാനുള്ളത്, CMA എക്സാം പാറ്റേണിൽ മാത്രമാണ് ചേഞ്ച് ഉള്ളത്. സിലബസ് ആയിക്കോട്ടെ, ഡിഫിക്കൽട്ടി ലെവൽ ആയിക്കോട്ടെ, ഇതിലൊന്നും ചേഞ്ച് ഇല്ല. അപ്പോൾ നമ്മുടെ പുതിയ ഒരു ഫോർമാറ്റിനനുസരിച്ച് നിങ്ങൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ CMA ജേർണി.